നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ക്ലാസ് ഒബ്ജക്ട്സ് ഇതെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി തന്നെ ഒരു സ്പെഷ്യൽ മെത്തേഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് മുന്നേ നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് ഓക്കെ, ഞാൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇതിനകത്ത് ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. df ഓക്കെ, അപ്പോൾ ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിനകത്തൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിലെ ഫസ്റ്റ് ഒരു മെത്തേഡ്, ക്ലാസ്സിനകത്ത് നമ്മളൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ സെൽഫ് പാസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ സെൽഫ് എന്ന് പറഞ്ഞിട്ടില്ല. സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ സെൽഫ് എന്ന് പറഞ്ഞാൽ. ഈ സെൽഫ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മളെ ക്ലാസ്സിനകത്ത് ഉള്ള ആട്രിബ്യൂട്ട്സിനെയും അതേപോലെ ബിഹേവിയറിനെയും മെത്തേഡ്സിനെയും ആട്രിബ്യൂട്ട്സിനെയും വേരിയബിൾസിനെയും എല്ലാം നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഈ സെൽഫ് ഉപയോഗിച്ചിട്ടായിരിക്കും. അത് നമുക്ക് വരുന്ന പ്രോസസ്സിൽ നോക്കാം. സെൽഫ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അതിനകത്തുള്ള മെത്തേഡ്സിനെ ആക്സസ് ചെയ്യുന്നത്, വേരിയബിൾസിനെ ആക്സസ് ചെയ്യണമൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, തൽക്കാലം ഇൻസ്റ്റൻസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൽഫ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ക്ലാസ്സിനകത്ത് മെത്തേഡ്സ് എല്ലാം എന്ത് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിൽ പാസ് ചെയ്യേണ്ട ഫസ്റ്റ് ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫായിരിക്കും. ഓക്കെ, ഇപ്പം ഞാൻ വേണ്ടി ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മാർട്ട് ഫോൺസ് അങ്ങനെ ചെയ്താൽ മതി. obj1.specs ഇതിനകത്തേക്ക് ഞാൻ റാം ഒരു 6 ഒന്നും കൊടുത്തു. പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ ഒന്നും കൊടുത്തു. ഓക്കെ, നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട് 6GB റാം സ്നാപ്ഡ്രാഗൺ എന്ന പ്രോസസ്സറിൻ്റെ പേര് അവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഒരു സ്പെഷ്യൽ മെത്തേഡ് യൂസ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വേറെ ഏതെങ്കിലും ലാംഗ്വേജസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കേട്ടിട്ടുണ്ടാവും. കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് നമ്മൾ കോൾ ചെയ്യുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കലി കോളാവുന്ന ഒരു മെത്തേഡ് പോലെയുള്ള ഒരു സാധനമാണ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ കൺസ്ട്രക്ടറിൽ നമ്മൾ എന്തെല്ലാം ഡിക്ലെയർ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്ത് വയ്ക്കുന്നോ ആ സാധനങ്ങൾ നമുക്ക് പിന്നീട് ആ ഒരു ക്ലാസ്സിനകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതൊരു എന്താ പറയുന്ന ഒരു ആക്സെപ്റ്റഡ് മെത്തേഡാണ് നമ്മൾ കൺസ്ട്രക്ടർ യൂസ് ചെയ്യുക. അപ്പോൾ പൈത്തണിനകത്തേക്ക് വരുമ്പോൾ ഇവിടെ കൺസ്ട്രക്ടർ ഇല്ല, പകരം ഈ സ്പെഷ്യൽ മെത്തേഡ് ഇനീറ്റ് എന്ന് പറയും. ഈ മെത്തേഡാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ ഡിഫൈൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ df__init. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു ഇനീറ്റ് മെത്തേഡ് ഡിഫൈൻ ചെയ്യുന്നത്. ഇതൊരു ഓൾറെഡി ഇതിനകത്ത് പൈത്തണിനകത്ത് വരുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ ആ ഒരു മെത്തേഡിനെ വീണ്ടും ഒരു ഓവർറൈഡ് ചെയ്യാന്ന് പറയും. അതായത് ഓൾറെഡി ഉള്ളൊരു മെത്തേഡിനെ നമ്മൾ വീണ്ടും എഡിറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനെ വീണ്ടും നമ്മൾ കോൾ ചെയ്യുമ്പോൾ തന്നെ അതിനെ എഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഓക്കെ, അതിന് ഓവർറൈഡിങ്, മെത്തേഡ് ഓവർറൈഡിങ് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് വരുന്ന വീഡിയോസിലായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതിന് നമ്മൾ വീണ്ടും ഇവിടെ എഴുതിയിട്ട് അതിൽ നമുക്ക് വരേണ്ട മാറ്റങ്ങൾ വരുത്താണ്. അപ്പോൾ എപ്പോഴാണ് ഈ ഒരു ഇനീറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇനീറ്റ് മെത്തേഡ് അല്ലെങ്കിൽ കൺസ്ട്രക്ടർ കോൾ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര വട്ടം നമ്മൾ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നോ അത്ര വട്ടം ഇനീറ്റ് മെത്തേഡ് കോൾ ആവും. ഓക്കെ, നമുക്കൊരു അതിനൊരു പ്രൂഫ് നോക്കാം. ഞാൻ ജസ്റ്റ് പ്രിൻ്റ് കൊടുക്കുകയാണ് ഇവിടെ. പ്രിൻ്റ് ഇൻസൈഡ് init. ഓക്കെ, ഇനി ഞാൻ ഈ കോഡ് സ്നിപ്പറ്റ് റൺ ചെയ്യുകയാണ്. കണ്ടോ, ഇൻസൈഡ് ഇനീറ്റ് എന്ന് പറഞ്ഞിട്ട് റണ്ണായി. നമ്മളിതിനെ എവിടെയെങ്കിലും കോൾ ചെയ്തിട്ടുണ്ടോ? സാധാരണ ഒരു ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്ത് വർക്ക് ചെയ്യുന്ന കണ്ടിട്ടില്ലല്ലോ. പക്ഷേ ഇനീറ്റ് മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒബ്ജക്റ്റ് എപ്പോൾ നമ്മൾ കോൾ ചെയ്യുന്നോ ഈ ഒരു ഒബ്ജക്റ്റ് ഈ ഒരു സമയത്താണ് ഒബ്ജക്റ്റ് കോൾ ചെയ്യുന്ന ഈ ഒരു ടൈമിലാണ്, ഒബ്ജക്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് ഇനീറ്റ് മെത്തേഡ് കോൾ ആവുക. ഓക്കെ, അപ്പോൾ ഇനീറ്റ് മെത്തേഡ് കോൾ ആകുമ്പോൾ നമ്മൾ അതിനകത്ത് എന്തെല്ലാം ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ ആ സാധനങ്ങളെല്ലാം
നമുക്ക് ബാക്കിയുള്ള അതിനകത്തുള്ള ഫങ്ഷൻസിലേക്കെല്ലാം അവൈലബിൾ ആയിരിക്കും. നമുക്കൊരു സാമ്പിൾ നോക്കാം എങ്ങനെയാണെന്നുള്ള. അപ്പോൾ ഇനി ഞാൻ ഈ പാസ് ചെയ്യുന്ന ഇത് ഞാൻ ഈ ഫംഗ്ഷനകത്തേക്കല്ല ഈ മെത്തേഡിനകത്തേക്കല്ല പാസ് ചെയ്യാൻ പോകുന്നത്, പകരം ഞാൻ ഇനീറ്റിനകത്തേക്കാണ് പാസ് ചെയ്യാൻ പോകുന്നത്. റാം പ്രോസസ്സർ. ഓക്കെ, ഇവിടെ എത്തിയത് കൊണ്ട് തന്നെ പിന്നെ എനിക്കത് ഇവിടെ യൂസ് ചെയ്യേണ്ട, ഇവിടെ ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടുന്ന് ഒഴിവാക്കുകയാണ്. ഇവിടെ ഞാൻ സെൽഫ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ പ്രിൻ്റ് എല്ലാം ഞാൻ തൽക്കാലത്തേക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. തൽക്കാലം കുറച്ച് ഡോട്ടുകൾ മാത്രം പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ഒരു പാസ് മാത്രം കൊടുത്തു, അതായത് ഒരു മെത്തേഡ് നമ്മളതിനകത്ത് കോഡൊന്നും എഴുതിയില്ലെങ്കിൽ എറർ വരും. അപ്പോൾ ഇത്ര എഴുതിയതുകൊണ്ട് നമുക്കിവിടെ കാര്യങ്ങൾ റെഡി ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഞാൻ ജസ്റ്റ് ഇവിടെ പ്രിൻ്റ് ഇട്ട് നോക്കാം. പ്രിൻ്റ് ഓഫ് റാം പ്രോസസ്സർ. ഓക്കെ, റൺ ചെയ്യാണ്. റൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എറർ വന്നു. ഓക്കെ, ഞാൻ ഇതിനകത്ത് നമ്മൾ ഒബ്ജക്റ്റ് കോൾ ചെയ്യുമ്പോൾ തന്നെ ഇതിനാവശ്യമുള്ള ഡാറ്റ നമ്മൾ ഇവിടുന്ന് കൊടുക്കണം. ഒബ്ജക്റ്റ് കോൾ ചെയ്യുന്ന ടൈമിൽ ഇനീറ്റ് നമ്മൾ എഴുതുമ്പോൾ ഇനീറ്റിനകത്ത് വല്ല വേരിയബിൾസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വേണം അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ ആവശ്യമുണ്ടാകും നമ്മൾ ഇവിടെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ 6, സ്നാപ് ഡ്രാഗൺ ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, എന്നിട്ട് റൺ ചെയ്തു. കണ്ടോ, അതിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് കോൾ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ആ ഒരു ഇനീറ്റ് മെത്തേഡ് റൺ ആവുന്നത്. ഒബ്ജക്റ്റ് എപ്പോഴാണോ കോൾ ചെയ്യുന്നത് അപ്പോഴായിരിക്കും ഇനീറ്റ് മെത്തേഡ് റൺ ആവുന്നത്. അപ്പോൾ ഇതൊരു ഗ്ലോബലായിട്ട് ഇവിടെ ഡിഫൈൻഡ് ആയെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഈ ഇനീറ്റിനകത്ത് ഈ 2 വേരിയബിൾസ് നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ? അതുകൊണ്ടാണല്ലോ ഇവിടെ പ്രിൻ്റ് ആയത്. ഈ 2 വേരിയബിളും റാമും പ്രോസസ്സറും ഇവിടെ എത്തിയതുകൊണ്ടാണ് നമുക്കിവിടെ പ്രിൻ്റ് ആയത്. അപ്പോൾ ഇനി നമുക്ക് ഈ റാമും പ്രോസസ്സറും ഇപ്പോൾ ഞാനിതിനുള്ള n നമ്പർ ഓഫ് ഫങ്ഷൻസ് ഉപയോഗിക്കണമെന്ന് കരുതാം. df ബ്രാൻഡ് പ്രിൻ്റ് ഓഫ് ബ്രാൻഡ് നെയിം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ബ്രാൻഡ് കൂടെ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ബ്രാൻഡ് നെയിം കൂടെ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഞാൻ ഇവിടെ ഇന്നത്തേക്ക് വരുത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഇനീറ്റിനകത്ത് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ വരുന്ന വേരിയബിൾസും കാര്യങ്ങളെല്ലാം നമുക്ക് എത്ര ഫങ്ഷൻസ് ഉണ്ടോ എല്ലാ ഫങ്ഷൻസിനുള്ളിലേക്കും അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ നമുക്കൊരു 10 ഫംഗ്ഷൻ അല്ലെങ്കിൽ 100 ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ, ഫങ്ഷൻസ് അല്ല മെത്തേഡ്സ്, 100 മെത്തേഡ്സ് ഉണ്ടെങ്കിൽ ആ 100 മെത്തേഡ്സിനകത്തേക്കും നമുക്ക് ഈ പറഞ്ഞ 3 വേരിയബിൾസും അവൈലബിൾ ആയിരിക്കും. ഇതാണ് നമുക്ക് അതിന് വേണ്ടിയാണ് നമ്മൾ ഇനീറ്റ് യൂസ് ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ട ഒരു കാര്യങ്ങൾ നമ്മളവിടെ കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്താ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. റാം പ്രോസസ്സർ. പക്ഷെ സജഷൻസ് വരുന്നില്ല. കണ്ടോ, സജഷൻസ് വരുന്നില്ല. അതായത് ഇനീറ്റിനകത്ത് വന്നിട്ടുള്ള ആ വേരിയബിൾസ് നമുക്കിവിടെ എവിടെയും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ എറർ വരുന്നത്. എന്തുകൊണ്ടായിരിക്കും അതിവിടെ കിട്ടാത്തത്? കാരണം ഈ വേരിയബിൾസ് ഇവിടെ എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ നമ്മളിവിടെ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല. ആ വേരിയബിളിനെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഡോട്ട് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. അപ്പോൾ ഞാൻ റാം തന്നെ കൊടുക്കുന്നുണ്ട്. റാം ഈക്വൽ ടു ഈ വരുന്ന വേരിയബിളിനെ ഞാനിവിടെ വരുന്ന ഡാറ്റയെ ഞാനിവിടെ കൊടുത്തു. അതേപോലെ സെൽഫ് ഡോട്ട് പ്രോസസ്സർ ഈക്വൽ ടു വരുന്ന ഈ ഡാറ്റ ഞാനിവിടെ കൊടുത്തു. അതേപോലെ സെൽഫ് ഡോട്ട് ബ്രാൻഡ് ഈക്വൽ ടു ബ്രാൻഡ്, ഈ വരുന്ന ബ്രാൻഡിനെ ഞാനിവിടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതോടെ എന്തായി? ഇതോടെ നമ്മുടെ ഡാറ്റ എല്ലാം ഇനീഷ്യലൈസ് ആയി. ഇതാണ് കൺസ്ട്രക്ടർ. ഇവിടെ വെച്ച് ഇനീഷ്യലൈസ് ആയി. ഇനി ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെറുതെ റാം പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടില്ല.
പകരം നമ്മൾ ഈ വരുന്ന ഇൻസ്റ്റൻസ് വെച്ചിട്ട് വേണം നമ്മളിവിടെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സെൽഫ് ഡോട്ട് റാം അതേപോലെ സെൽഫ് ഡോട്ട് പ്രോസസ്സർ. അതുപോലെ നമ്മൾ ബ്രാൻഡ് നെയിം ഈക്വൽ ടു സെൽഫ് ഡോട്ട് ബ്രാൻഡ്. ഓക്കെ, ഇനി സ്പെക്സ് മാത്രമല്ല, നമുക്ക് അടുത്ത ഈ ബ്രാൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൂടെ കോൾ ചെയ്യാം. bj1 ഡോട്ട് ബ്രാൻഡ്. അപ്പോൾ ബ്രാൻഡിനകത്തേക്ക് നമുക്ക് ഇനി വേരിയബിൾസ് ബ്രാൻഡ് നെയിം എന്തെങ്കിലും പാസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ എല്ലാം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിക്കോളും. ഓക്കെ, നോക്കട്ടെ. ഓക്കെ, നമുക്ക് ഇവിടെ വന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ആട്രിബ്യൂട്ടിൻ്റെ പേര് നമ്മൾ ബ്രാൻഡ് എന്നാണ് ഡിഫൈൻ ചെയ്തത്. അതേപോലെ നമ്മൾ ഒരു മെത്തേഡിൻ്റെ നെയിമും നമ്മൾ ബ്രാൻഡ് എന്ന് ഡിഫൈൻ ചെയ്തു. അത് പൈത്തണിൽ വെച്ച് കൺഫ്യൂഷനായി. അപ്പോൾ ഇത് ഞാൻ വേറൊരു പേര് കൊടുക്കാം. ഇപ്പോൾ ഒബ്ജക്റ്റ് 1 ഡോട്ട് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ മേ ബി ചിലപ്പോൾ ഇതായിരിക്കും ഇങ്ങോട്ട് വിളിക്കാൻ ശ്രമിക്കുന്നത്. അതിനിവിടെ തൽക്കാലം ഷോ ബ്രാൻഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, റൺ ആയിട്ടുണ്ട്. ആദ്യം 6 GB അതേപോലെ സ്നാപ്ഡ്രാഗൺ പ്രിൻ്റ് ആയി, ശേഷം ബ്രാൻഡ് നെയിം മോട്ടോം പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇനീറ്റ് ഫംഗ്ഷൻ.